ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോൺസ്റ്റന്റ് മഞ്ജുവിൻ്റെ ഓരോ എപ്പിസോഡുകളും തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പറയുമ്പോൾ അവരുടെ ആദ്യ രാത്രിയാണ് കേട്ടോ. നമ്മുടെ സ്വപ്ന അമ്മയോട് പറഞ്ഞിട്ട്, അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ആദ്യ രാത്രി എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കമ്മേ. നീ പറയുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ എൻ്റെ മോൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ എൻ്റെ മോൻ എന്നോട് മിണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭാനുമ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ മുകുന്ദൻ വരികയാണ് കേട്ടോ. ആദ്യരാത്രിയല്ല, അപ്പോൾ റൂമൊക്കെ അലങ്കരിക്കേണ്ടത് വേണ്ട അതിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ. അതും കൂടി കണ്ടപ്പോൾ നമ്മുടെ സ്വപ്നന്റെയും ഭാനുമ്മൻ്റെ ഒക്കെ മുഖം അങ്ങോട്ട് മാറിയിട്ടോ. എന്നിട്ട് സ്വപ്ന അപ്പം തന്നെ ശാലിനെ വിളിച്ചിട്ട്, എനിക്കൊരു സങ്കട വാർത്തയുണ്ട് ശാലിനി, എന്താ കാര്യം പറയും. എല്ലാം ഇന്ന് ഏട്ടൻ്റെയും ചേച്ചിൻ്റെയും മഞ്ജുവിൻ്റെയും ആദ്യരാത്രിയാണ്. ആദ്യരാത്രിയോ ഇന്നോ? അവള് അത് കേട്ടത് ഷോക്കായിട്ട്, അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവിടേക്ക് വരാൻ വേണ്ടി നിൽക്കണം. അപ്പം നമ്മുടെ സ്വപ്നം പറയും, നീ ഇങ്ങോട്ട് വന്നാൽ കൂടുതൽ നിനക്ക് സങ്കടമാവുള്ളൂ. അവരുടെ സ്നേഹവും ഒക്കെ കണ്ടുപറഞ്ഞ് എനിക്ക് ഒന്നുകൂടി വിഷമാവും, വരാണ്ടിരിക്കും നല്ലത്. ഇല്ല, എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. എന്നിട്ട് പോണ നേരത്ത് ചാച്ചുവിനെയും കാണും. ചാച്ചുവിനടുത്ത് പറയും, ചാച്ചു ഞാൻ തോറ്റുപോയി ചാച്ചു, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഗിരിൻ്റെയും മഞ്ജുവിൻ്റെ ആദ്യ രാത്രിയാണ് ചാച്ചു കൊണ്ട്. മോളെ, നീ നേരത്തെ തോറ്റുപോയി. ഞാൻ നിനക്ക് സങ്കടം വരണ്ട പറഞ്ഞിട്ട് പറയാണ്ടിരുന്നാണ്. നീ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അവനെ വിടണമായിരുന്നു, നീ വിട്ടില്ല. എന്താ ഇനി ചെയ്യാ പറഞ്ഞിട്ട് സംസാരിക്കണം. എന്നിട്ട് അവൾ അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അവരാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. നമ്മുടെ മുകുന്ദനും മഹിമയും എല്ലാവരും റൂമൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ. അങ്ങോട്ട് നമ്മുടെ ശാലിനി കയറി ചെല്ലാണ്. അപ്പൊ നമ്മുടെ ഗിരി ചോദിക്കും, ശാലിനി എന്താ ഇപ്പോൾ ഇവിടെയോ ചോദിക്കും. അല്ല, ഇവിടെ എന്താ ചടങ്ങ് നടക്കുന്നത് സ്വപ്നം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി പറയും. അത് കേട്ടിട്ട് നമ്മുടെ ഗിരി ചോദിക്കും, അതിനെന്താ, നീ എന്തിനാ ഇവിടെ? അല്ല, എനിക്ക് ഗിരിയോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇവിടെ ഉള്ളവരൊക്കെ വേണ്ടപ്പെട്ടവരാണ്. ഇവരറിയാത്ത കാര്യങ്ങളൊന്നും എനിക്ക് ഒന്നും അറിയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗിരിയും പറയുന്നുണ്ട് കേട്ടോ. അല്ല, ഗിരി ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് ശരിക്കും തന്നെയാണോ? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണോ? എനിക്കെന്താ പെട്ടെന്ന് നടത്തുന്ന പോലെ. എന്ത് പെട്ടെന്ന്? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 2-3 മാസമായി, കുറേ ആയില്ലേ. ഇനി എങ്ങോട്ടാ നീട്ടിപ്പോണത് പറഞ്ഞിട്ട് പറയണേ. അല്ല, എനിക്ക് ഗിരിയോട് കാര്യം പറയാനുണ്ട്. അത് ഗിരി കേൾക്കണില്ലല്ലോ, അപ്പോൾ എല്ലാവരുടെ മുന്നിൽ തന്നെ ഞാൻ പറയാൻ പറഞ്ഞിട്ട് ആ കാര്യം പറയുന്നു കേട്ടോ. ഗിരി ശബരിമലയ്ക്ക് പോയപ്പോൾ മഞ്ജു മുകുന്ദൻ്റെ വീട്ടിലായിരുന്നില്ല. അപ്പോൾ അടുത്ത വീട്ടിലുള്ള അയ്യപ്പനുണ്ടല്ലോ, അയ്യപ്പനും മഞ്ജുവും കൂടി ബന്ധമായിരുന്നു പറഞ്ഞിട്ട് പറയാണ്. എന്താ നീ പറഞ്ഞു വരുന്നത്? ഞാൻ മഞ്ജുവിനെയും അയ്യപ്പനെയും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവനെ കണ്ടു പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. അത് കേട്ടതും നമ്മുടെ സ്വപ്ന പറയും, അമ്മേ ഈ ഫസ്റ്റ് നൈറ്റ് എന്തായാലും കുളമാക്കും അവള് പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ. അവർക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ട്, പക്ഷെ അത് നടക്കാൻ പോണില്ല. അത് കേട്ട് നമ്മുടെ ഗിരി പറയും, നീ എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്നോ? നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണം? എനിക്ക് ഒരു സംശയം. അത് കേട്ട് നമ്മുടെ മഞ്ജു ചൂടായിട്ട് അവളെ തല്ലാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗിരി അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയും, എനിക്ക് ഇവളുടെ ഒരു സംശയമില്ല. ഞാൻ വിചാരിച്ചു നീ നന്നായിരുന്നു. ചേട്ടനും അനിയത്തിയും കണക്കാണ്. എന്തെങ്കിലും ഒരു നല്ലൊരു അവസരം എന്ന് പറഞ്ഞാൽ അതിൽ പിടിച്ച് കയറാണ്ട് മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടി നടക്കണതാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ. നീ ഇനി മേലെ ഇങ്ങോട്ട് വരരുത്, എന്നെ കാണരുത്, എനിക്ക് നിന്റെ മുഖം കാണണ്ട പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മുടെ ഗിരി റൂമിലോട്ട് പോകണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ജു പറയും, എനിക്ക് നിന്നോട് ഇനി ഒന്നും പറയാനില്ല. എനിക്ക് നിന്നെ അത് പറഞ്ഞത് എനിക്ക് നിന്നെ തല്ലിക്കൊല്ലാനുള്ള ഒരു ദേഷ്യം വന്നു. പക്ഷേ ഗിരിയേട്ടൻ പറഞ്ഞ കൂടുതൽ എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ട ഒരാളിനെ കാണണ്ട പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ശിക്ഷയല്ലേ. ഇനി ഞാൻ എന്താ നിന്നെ ചെയ്യാ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ കൊണ്ട് നമ്മുടെ മുകുന്ദനും മഹിമയും കൂടി റൂമൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു ഇതിലാണ് കേട്ടോ. അപ്പം നമ്മുടെ മഹിമ ചോദിക്കും, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ റൂം മാത്രം സെറ്റാക്കി നടന്നാൽ മതിയോ? വക്കീലിന് ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതിനൊക്കെ സമയമുണ്ട്. എന്ത് സമയം? ഇപ്പം തന്നെ സമയം അധികരിച്ചിരിക്കുന്നു. മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി, വയറൊക്കെ ചാടാൻ തുടങ്ങിയോണ്ട് അവരുടെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ കൊണ്ട് നമ്മുടെ ശാലിനിയോട് അമ്മ പോയി സംസാരിക്കണം. മോളെ, നീ എങ്ങോട്ടാ പോണത്? അവൻ പറഞ്ഞതൊന്നും നീ കാര്യമാക്കാൻ നിൽക്കണ്ട. അവൻ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാണ്, അതൊക്കെ മാറിക്കോളും. എന്ത് മാറാൻ അമ്മേ? നിങ്ങൾ പാവപ്പെട്ടവരാണ്. ഞാൻ ഗോപാൽജിന്റെ മോളാണ്. എന്നെ എല്ലാവരുടെയും മുന്നിൽ, അയൽവാസി എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ നാണം കെടുത്തിയില്ലേ. എന്നിട്ട് ഞാൻ അവനെ കെട്ടാന്ന് തീരുമാനിച്ചിട്ടും എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നത്? എനിക്കിനി ഒന്നും പറയാനില്ല പറഞ്ഞിട്ട് പറയണം. എന്നിട്ട് അമ്മയോട് ദേഷ്യപ്പെട്ട് നിൽക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മഞ്ജു കയറിയിട്ട്, നീ എന്തൊക്കെയാ പറയണത്? എവിടെ വെച്ചിട്ടാ പറയണത്? ആരോടാ പറയണതും കൂടി ഒന്ന് ചിന്തിക്കുക പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു ചൂടാവണം കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ ഒരു കിടക്കാച്ചി തന്നെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.